ഞാൻ അജുവിൻ്റെ ആളാണല്ലേ. എന്താണ് എനിക്ക് അജുവിൻ്റെ ആളായി കഴിഞ്ഞാൽ? അജുണ്ടല്ല എൻ്റെ ചങ്കണ്ട. അജുവിൻ്റെ ഇത്ര പൊക്കി പിടിക്കാൻ ആർക്കും തോന്നുള്ളൂ. എടാ അജു ഞാനും തമ്മിലുണ്ടല്ലോ അത്രയും ബന്ധമുണ്ട്, എനിക്കറിയാൻ പാടില്ലായിട്ടാണ്. അതെ അജു നോക്കണ്. എടാ നീ എന്താണ് കാണിക്കണത്? അജുവിൻ്റെ തല എവിടെ കണ്ടാലേ ഞാൻ വെട്ടും. ഈ അജുവിൻ്റെ ഒക്കെ എന്ത് കണ്ടിട്ട്? നീ അജുവിൻ്റെ ആട് സിനിമ കണ്ടിട്ടുണ്ടേ? ആ ആട് സിനിമയാണ് എന്നെ കട്ട ഫാനാക്കിയത്. ഏത് ആടിലെ കോഴിക്കഥ മാത്രം? അതിനെന്താ കുഴപ്പം? കോഴികൾക്ക് നോക്കണം. നീ എൻ്റെ റൂം കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ റൂമിൻ്റെ ചുമര് നിറച്ചുണ്ടല്ലോ അജുവിൻ്റെ തല, എൻ്റെ ഉടല് അജുവിൻ്റെ തല. അത്രക്കുണ്ടല്ല, കട്ട ഫാനാണ് അജു. ഇതിൻ്റെ കൂട്ടുകാരൻ വരുന്നുണ്ട്. ആര് പാത്തനാ? അവൻ വലിയ അടുപ്പൊന്നുമില്ലപ്പാ. അവന് കല്യാണം കുറച്ചൊക്കെ അല്ലേ, അതിന്റെ ഗമയില് നമ്മളെ കാണുമ്പോ ഒരു ഒഴിഞ്ഞു മാറലാണ്. അവള് പോയടാ. നീ പിന്നെ അടി തുടങ്ങിയ? എങ്ങനെ അടിക്കാണ്ടിരിക്കണോ? അവള് പോയടാ. സേവ് ദ ഡേറ്റ് കഴിഞ്ഞിട്ട് അവള് പോയാ? ഡേറ്റിംഗും കഴിഞ്ഞടാ. വെറുതല്ല. നിങ്ങൾ തമ്മിൽ വല്ല പ്രശ്നമുണ്ടോ? പ്രശ്നമില്ലടാ. ഇത്രയും ദിവസമായിട്ട് ഈ നിമിഷം വരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ അവള് പോയി. ഒരു ഐഡിയ പറയട്ടെ. എന്താണ്? 24-ാം തീയതി നമ്മുടെ ചങ്കിന്റെ പടം റിലീസാണ്. ഏത് പടേ? പടക്കുതിര. എവിടെ? എടാ പടയെ ഒന്ന് മാറിയടാ. നല്ല സിനിമ പോലെ. ഏപ്രിൽ 24-ാം തീയതി നീ ധൈര്യമായിട്ട് അവളെ ഈ പടം കൊണ്ടൊന്ന് കാണിച്ചോ. പടക്കുതിര കണ്ടു കഴിഞ്ഞാലില്ലേ സെറ്റാണ്ടാ. സെറ്റാവോളിയാ? ഉറപ്പായിട്ടും കല്യാണം ഉറപ്പിച്ചോ നീ? എന്നാ ഞാൻ തീർച്ചയായിട്ടും കാണിക്കും. നിന്റെ പഠനം മാത്രല്ല ആ പരിസരത്തുള്ള സകല പഠനയും വിളിച്ചോ പടക്കുതിര കാണാനായിട്ട്. ഓക്കെളിയാ. I'm the tree that you ran your car over with. Beat a stabbed and wound, got made a tomb in it.